കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി B.Ed അഡ്മിഷന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് അടിച്ചു കൊടുത്ത് അതിൽ ഡയറക്റ്റായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ജോയിൻ ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, B.Ed 2024-25 അഡ്മിഷൻ അപ്ലൈ നൗ നമുക്ക് കാണാൻ പറ്റും. അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ നോട്ടിഫിക്കേഷനും പ്രോസ്പെക്റ്റീവ്സും പ്രസ് റിലീസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്, നോക്കാട്ടോ. കണ്ടോ, ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരിതാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെയോ നോട്ടിഫിക്കേഷൻ നോക്കാം അല്ലേ. നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കുകയാണ്, ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ഫോർ സെക്കൻഡ് 2 years, സെക്കൻഡ് ഇയേഴ്സ് എന്ന് വായിക്കരുത്, 2 years B.Ed program 2024-25. Online application are invited for admission to B.Ed program except commerce option 2 year 4 semester. ഓക്കെ, 2 years ആണ്. അതുപോലെ 4 സെമസ്റ്റേഴ്സ് ഉണ്ട്. അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് 2024-2025 ആണ്. അതുപോലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജ്, അതുപോലെ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അൺഎയ്ഡഡ് കോളേജസ് ഉണ്ട്. ഇതൊക്കെ അഫിലിയേറ്റ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റിസർവേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ജസ്റ്റ് നോക്കുക. ഇനി എലിജിബിലിറ്റി ആണ്. എലിജിബിലിറ്റി ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രി തന്നെയായിരിക്കും. പിന്നെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ, നോക്കിയാൽ മതി. പിന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ ഫീ എന്ന് പറയുന്നത് SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അതെ 225 ആണ്. അതുപോലെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 720 ആണ്, 720 ആണ് കേട്ടോ. ലിങ്കും കാര്യങ്ങളൊക്കെ അതിൽ തന്നിട്ടുണ്ട്. പിന്നെന്താ, ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ത് ചെയ്യണത് വന്നിട്ടുള്ളത് 31 ആണ്. പിന്നെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ 15/6/2024 ആണ് കേട്ടോ. പിന്നെ പോലെ എന്ന ക്ലാസ് തുടങ്ങുന്നത്, കമൻസ്മെൻറ്റ്സ് ഓഫ് ഈ ക്ലാസ്സസ് അതൊക്കെ പിന്നീട് പറയും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. B.Ed എടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം. 31 തീയതി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, പ്രസ് റിലീസും കൂടിയും ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. കാലിക്കറ്റ് സർവകലാശാല 2024 അധ്യയന വർഷത്തിലേക്കുള്ള B.Ed കൊമേഴ്സ് ഒഴികെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. കൊമേഴ്സ് ഒഴികെ നമ്മൾ പറഞ്ഞല്ലോ, പ്രവേശനത്തിന് ഓൺലൈൻ ആരംഭിച്ചു. ഓൺലൈൻ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 15/6/2024 ആണ്. അപ്പോൾ SC/ST ആകുമ്പോൾ 225, മറ്റുള്ളവർ 720 ആണ്. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ മലയാളത്തിൽ വന്നു എന്ന് മാത്രം. പിന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ആദ്യഘട്ടത്തിൽ ID കാർഡ് ഉണ്ട്. പാസ്വേഡ് മൊബൈലിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ID നമ്മൾ അപ്ലൈ ചെയ്തതൊക്കെ നമ്മുടെ കയ്യിൽ വേണം. പിന്നെന്താ, ഈ ലിങ്കിലേക്ക് പോവുക, അപ്ലൈ നൗ എന്ന് പറയുന്നതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ചിലവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ തുടക്കത്തിൽ മൊബൈൽ നമ്പർ ശരിയായി നൽകാത്തതിനാൽ എന്ത് ചെയ്യും, ക്യാപ് ID, സെക്യൂരിറ്റി എന്നിവയൊക്കെ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് OTP എന്ന് പറയുന്ന ഇത് നമുക്ക് വെരിഫിക്കേഷൻ കിട്ടും. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ, +2 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ട് അറിയുന്ന കാര്യം. ഇപ്പം അറിഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിട്ടുണ്ട്, നമുക്ക് അറിയുന്ന കാര്യമാണ് അതൊക്കെ. അതിനാൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടേതോ അല്ലെങ്കിൽ അവരുടേതുമായിട്ട് ബന്ധപ്പെടുന്നതായിട്ടുള്ള ഫോൺ കൊണ്ടുപോവുക എന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, OTP കിട്ടണം. അപ്പോൾ നമ്മുടെ തന്നെ ആവണം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മ മാതാപിതാക്കൾ ആരുടെയാണെന്ന് വെച്ചാൽ അവരുടെ. തുടർന്ന് ID കാർഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത
അപ്പോൾ ക്യാപ് ഐ ഡി ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിർബന്ധമായും പ്രിൻ്റ് ഔട്ട് എടുത്ത്, നേരത്തെ പറഞ്ഞു ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചിട്ട് അത് നിർബന്ധമായിട്ട് നമ്മുടെ പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ വേണം. അല്ലാതെ ഇനി അപേക്ഷിക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരിക്കരുത്. ഓൺലൈൻ പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ വേണം. പിന്നെ OBC ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ. പിന്നെ എന്താ റിസർവേഷൻ കിട്ടുന്നവരൊക്കെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോളൂ. പിന്നെ സ്പോർട്സ് കോട്ട വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തിരുവനന്തപുരത്തുള്ള കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിംഗ് ആണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായിട്ട് സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കുവാൻ കാലിക്കറ്റ് സർവകലാശാലയുടെ 2024 B.Ed ഓൺലൈൻ അപേക്ഷ പ്രിൻ്റ് ഔട്ട്, യോഗ്യതാ സർട്ടിഫിക്കറ്റ് പകർപ്പ്, സ്പോർട്സിൻ്റെ പ്രാവീണ്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം എന്ന വിലാസത്തിലേക്ക് എന്ത് ചെയ്യണം. അപ്പോൾ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെ. പിന്നെ നമുക്ക് വേറെ ഒരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും അല്ലേ. നമുക്ക് എന്താ അപേക്ഷ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മാർക്ക്, ഗ്രേഡ്, NSS NCC തുടങ്ങിയിട്ടുള്ള വെയിറ്റേജ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ സംവരണ വിഭാഗപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ റിസർവേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നേടുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രൂഫൊക്കെ വേണം. പിന്നെ ഗ്രേസ് മാർക്ക്, NCC NSS ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്കും നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് അതിൽ വേണം. പിന്നെന്താ നോൺ ക്രിമിനൽ വിഭാഗപ്പെട്ടവർക്ക് മാത്രമേ SEBC സംവരണം ഉണ്ടായിരിക്കുള്ളൂ. SEBC ഓക്കെ. ആരൊക്കെയാണ് ETB, മുസ്ലിം, OBH, ധീവരം, വിശ്വകർമ്മ, OPS, SLC, അതുപോലെ കുടുംബി തുടങ്ങിയവർക്കൊക്കെയാണ് ഇതിനുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് യെസ് നൽകുക. ഓക്കെ. പിന്നെ EWS കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ റിസർവേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഭിന്നശേഷി, കമ്മ്യൂണിറ്റി സ്പോർട്സ്, ഡിഫൻസ്, ടീച്ചേഴ്സ് എന്നീ വിഭാഗങ്ങൾക്കും പ്രവേശനം ഓൺലൈൻ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം നിങ്ങൾ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വീഡിയോ ഒക്കെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വായിച്ചു നോക്കൂ. പിന്നെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് 15 ഓപ്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരഞ്ഞെടുക്കാൻ പറ്റും. അത് ഏത് കോളേജിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അതുപോലെ ഓപ്ഷൻ കമ്മ്യൂണിറ്റി കോട്ട, നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രവേശനം നേടാനൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം നേടാൻ പോവുകയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ അത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, മാനേജ്മെൻറ്റ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ.